പ്രിയപ്പെട്ടവരെ, ആദരാഞ്ജലികളോടെ ഒരു കാര്യം പറയട്ടെ. ഭാവഗായകൻ എന്ന് പേരുകേട്ട പി ജയചന്ദ്രൻ എന്ന പള്ളിയത്ത് ജയചന്ദ്രൻ നമ്മുടെയൊക്കെ ഗാനശാഖയിൽ ഇനി പകരം വയ്ക്കാൻ മറ്റൊരാളില്ല എന്നെല്ലാവരും വിധിയെഴുതിയ നമ്മുടെ ജയചന്ദ്രൻ, അദ്ദേഹം വിടവാങ്ങിയിരിക്കുന്നു. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്നൊരൊറ്റ വാക്ക് കേട്ടാൽ മതി, അതിൻ്റെ ഭാവദീപ്തി ആ ഗാനശകലം ഹൃദയത്തിലേക്ക് ഒഴുകി വരും. ഇങ്ങേയറ്റത്ത് നിൽക്കുമ്പോൾ എന്നു നിൻ്റെ മൊയ്തീനിലെ ശാരദാംബരം വരെയുള്ള കാര്യങ്ങൾ മനസ്സിലേക്ക് വരണം. നാഷണൽ അവാർഡ് കിട്ടിയതും സംസ്ഥാന അവാർഡുകൾ വാരിക്കൂട്ടിയതും സ്വകാര്യ അവാർഡുകളുടെ കൂമ്പാരം തന്നെ അദ്ദേഹത്തെ ആദരിക്കാൻ വേണ്ടി എത്തിയതും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. 85 വയസ്സിൽ ഇത്ര പൊടുന്നനെ ഒരു വേർപാട് എന്നുള്ളത് ആരുടെയും സങ്കല്പത്തിൽ വരുന്നതല്ല. അദ്ദേഹത്തിന് അസുഖമായിരുന്നു, അർബുദ രോഗബാധിതനായിരുന്നു എന്നൊക്കെ അറിയാമായിരുന്നെങ്കിലും ഇത്ര തീവ്രമായിരുന്നു എന്നുള്ളത് അറിയില്ലായിരുന്നു. ഏതായാലും 80 വയസ്സിൽ അദ്ദേഹം ഇതാ പടിയിറങ്ങിയിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഹിറ്റായത് നമുക്കിപ്പോൾ പറയാൻ തന്നെ നിന്നാൽ മണിക്കൂറുകൾ വേണ്ടി വരും. അത് കരിമുകിൽ കാട്ടിലെ ഗാനമാണെങ്കിലും പ്രായം നമ്മിൽ മോഹം നൽകി തുടങ്ങിയ ന്യൂ ജനറേഷൻ ഹിറ്റുകളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ സമന്വയിപ്പിച്ച ഭാവം ലോകോത്തരമായി മലയാള ഭാഷയും മലയാളികളും ഉള്ളിടത്തോളം കാലം നിലനിൽക്കും. ആദരാഞ്ജലികൾ ഞങ്ങളും അർപ്പിക്കുന്നു. 80 വയസ്സിൽ പി ജയചന്ദ്രൻ വിട പറയുന്ന വാർത്ത പറയുന്നതോടൊപ്പം സന്ദർഭവശാൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ജനുവരി 10 എന്ന ആളെ ഡോക്ടർ KJ യേശുദാസിൻ്റെ, മലയാളത്തിൻ്റെ ഇതിഹാസ ഗായകൻ, ഗന്ധർവ ഗായകൻ്റെ 85ാം ജന്മദിനം കൂടിയാണ്. അദ്ദേഹത്തിന് ആശംസകളും നേരുന്നു. ദുബായ് മെട്രോയെ ആശ്രയിക്കുന്നവർ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു അറിയിപ്പ് പാർട്ടിയെ പറയുന്നത്, ജനുവരി 12 ഞായറാഴ്ച, സാധാരണ ഞായറാഴ്ച രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്ന മെട്രോ അന്ന് രാവിലെ 5 മണിക്ക് ആരംഭിക്കും. കാരണം 7 മണിക്ക് ദുബായ് മാരത്തോൺ എന്ന വർഷങ്ങളായി തുടർന്നു വരുന്ന 42 കിലോമീറ്റർ ആ മാരത്തോൺ ഓട്ടം അതിൻ്റെ ദിവസമാണ്. ആയിരങ്ങൾ പങ്കെടുക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് മെട്രോ യാത്രക്കാർക്ക് നല്ല വാർത്തയാണ്, രാവിലെ 5 മണിക്ക് തന്നെ ആരംഭിക്കും. ലോകം കാത്തിരിക്കുന്നൊരു കാര്യം ദുബായിൽ നിന്ന് വരികയാണല്ലോ. അടുത്ത വർഷം ഫ്ലൈയിങ് ടാക്സി കൊമേഴ്ഷ്യൽ അടിസ്ഥാനത്തിൽ ആരംഭിക്കുമ്പോൾ ഇതെവിടെയാണ് ലാൻഡ് ചെയ്യുക, എവിടെ നിന്നാണ് ടേക്ക് ഓഫ് ചെയ്യുക, അതിൻ്റെ സ്റ്റേഷൻ്റെ പേരെന്താണ്? നമുക്കറിയാം, വെർട്ടിപ്പോർട്ട് എന്നാണ് പറയുന്നത്. എയർപോർട്ട് പോലെ വെർട്ടിപ്പോർട്ട്. അതിപ്പോൾ ദുബായ് എയർപോർട്ടിൻ്റെ അടുത്തായിട്ട് തന്നെ ദുബായ് ഇൻ്റർനാഷണൽ വെർട്ടിപ്പോർട്ട് എന്ന പേരിൽ ഒരു എയർപോർട്ട് എന്നൊക്കെ പറയാവുന്ന വിധത്തിലുള്ള സ്റ്റേഷൻ, അതിൻ്റെ അംഗീകാരം ഇതാ കിട്ടിയിരിക്കുന്നു. അതറിയപ്പെടുന്ന DXV എന്നാണ്. നമ്മൾ ദുബായ് എയർപോർട്ടിന് DXB എന്ന് പറയുന്നത് പോലെ ദുബായ് ഇൻ്റർനാഷണൽ വെർട്ടിപ്പോർട്ടിന് പറയുന്ന പേര് DXV. ഇനി ചരിത്രത്തിൽ സ്ഥാനം പിടിക്കാൻ പോകുന്ന 3 അക്ഷരങ്ങളാണ് DXV. ഏതായാലും സർവീസിങ്ങിനും ലാൻഡിങ്ങിനും ടേക്ക് ഓഫിനുമൊക്കെയായി ഇത്തരം 4 പോയിന്റുകൾ ദുബായിൽ തന്നെ ഉണ്ടാകും. അത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പ്രഖ്യാപിക്കപ്പെടുകയാണ്. ഇനി നമ്മുടെ ആകാശം, നമ്മുടെ യാത്ര, ഗതാഗത സംവിധാനം, നമ്മുടെ സങ്കല്പങ്ങൾ, നമ്മുടെ വേഗത, ഇതൊക്കെ അടുത്ത വർഷം മുതൽ മാറുകയാണ് എന്നർത്ഥം. ഇന്ന് അബുദാബിയിലെ ട്രാഫിക്കിനൊരു വലിയ പ്രത്യേകതയുണ്ട്. വൈകുന്നേരം ഷെയ്ഖ് സായിദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ UK-യിലെ ഏറ്റവും പ്രശസ്തമായ ഇൻ്റർനാഷണൽ റോക്ക് ബാൻഡായ കോൾഡ് പ്ലേ, അതിൻ്റെ ആദ്യത്തെ സംഗീത പരിപാടി ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. 6:30 തന്നെ കൃത്യമായിട്ട് ആരംഭിച്ചു. 7:45 അതിൻ്റെ ഒറിജിനൽ പ്ലേ ആരംഭിക്കുന്നു എന്നുള്ള കാര്യമാണ്. 5 മണിക്ക് മുമ്പ് തന്നെ സ്റ്റേഡിയം നിറഞ്ഞ് കവിയുന്ന വിധത്തിൽ ആളുകൾ സജ്ജരായി. നല്ല മഴയും വൈകുന്നേരം ഉണ്ടായിരുന്നു, അതുകൊണ്ടുള്ള തണുപ്പും കൂടിയിട്ടുണ്ട്. എല്ലാവരും അതിന് തക്ക ഡ്രസ്സുമായിട്ടാണ് ആയിരങ്ങൾ അവിടെ ക്യൂ നിന്നുകൊണ്ട് അകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ആദ്യം ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല, മൊബൈൽ ഫോൺ കൊണ്ടു കയറാൻ പറ്റില്ല എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ മറികടന്നുകൊണ്ട് അകത്ത് വേണമെങ്കിൽ മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള ബാറ്ററി അടക്കം കൊടുക്കാവുന്ന സംവിധാനത്തിലേക്ക് പോകുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ഷോയ്ക്ക് വന്നവർ നിരവധി ഷോകളുമായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം. ടിക്കറ്റ് കിട്ടാതെ വിഷമിക്കുന്ന ആളുകൾ, നേരത്തെ സെർച്ച് ചെയ്തിരുന്ന ആളുകൾ 100 ആണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ 3.5 ഇരട്ടി ആളുകൾ ഈ കോൾഡ് പ്ലേക്ക് വേണ്ടി ടിക്കറ്റ് സെർച്ച് ചെയ്യുന്ന ഒരു സാഹചര്യം UAE-യിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇതിന് മാത്രമാണ്. അങ്ങനെ ഒരു സംഗീത പരിപാടിക്കാണ് അബുദാബി ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ദുബായ് വാർത്തയുടെ ജനുവരി 9 നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി. Night updates supported by Tasi Gold and Diamonds, Akbar Travels, Partha Signature, Abu Shagara, Sharjah, Cuties International,
Time Express Cargo, Marmam Diary, TMG Global Business Setup, 123 Cargo, Prime Medical Center, Autocart Used Cars, Ayush Care, Lucky Center, Kalyan Jewelers, Lulu, Gold Star Rent-A-Car, Ayurmana Ayurveda and Panchakarma Center, Hashim Hypermarket,